പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ. സ്നേഹമുള്ളവരെ, ഇന്ന് 33ാമത്തെ നിയോഗ പ്രാർത്ഥനയാണ്. 41 ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിൽ ഇന്നത്തെ 33 ആയി. പതിവ് പോലെ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണ്. ഇന്ന് ധ്യാനത്തിന് വന്നവർ പറഞ്ഞു, അവരിങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒത്തിരി പേര് അവിടെ സാക്ഷ്യവും പറഞ്ഞു. അതോടൊപ്പം തന്നെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ എന്നെ കേൾക്കുന്ന മക്കളെ, നിങ്ങൾ ഒന്നും മടിക്കാതെ ഇതിലൂടെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനകളുടെ കൂടെ ദൈവത്തെ സ്തുതിച്ച് കേൾക്കുക. ഒപ്പം നിങ്ങളുടെ നിയോഗവും അതുകൂടാതെ പാവിയായ എനിക്കും ബഥേൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രത്തിനും 13-ാം തീയതിയിലത്തെ താമസമുള്ള ധ്യാനവും സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ കുറച്ചു നേരം ദൈവത്തെ സ്തുതിക്കുക. ഒന്ന് കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നൽമറിയെങ്കിലും ചൊല്ലി ഒന്ന് സ്തുതിക്കുക. സമയം എടുത്ത് നിങ്ങൾ 1 മണിക്കൂർ പ്രയർ, അത് നിങ്ങളുടെ ബൈബിൾ വായനയോ കരുണക്കൊന്തയോ വിശുദ്ധ കുർബാനയും പിന്നെ കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളാണ്. അങ്ങനെ ഇത് ചെയ്തു. അതിലൂടെ നല്ലൊരു നേട്ടം, നല്ലൊരു വിജയം ദൈവം നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവേ, ബഥേൽ മാതാവിൻ്റെ ടീമിലൂടെ പ്രാർത്ഥിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം കർത്താവേ, ഈ മക്കൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണമേ കർത്താവേ. എൻ്റെ ഈശോയെ, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, തളർന്നു കിടക്കുന്ന, തകർച്ചയിൽ ആയിരിക്കുന്ന, ഓരോ പ്രതിസന്ധിയിലായിരിക്കുന്ന അനേകം മക്കളുണ്ട്. മകളുടെ വിവാഹം തടസ്സമുണ്ട്. മെഡിസിന് പഠിക്കുന്നവരുടെ റിസൾട്ടിനും പരീക്ഷാ വിജയത്തിനും ഒക്കെ പ്രാർത്ഥന സഹായം മെസ്സേജുകൾ എഴുതിയിരിക്കുന്നു കർത്താവേ. അതോടൊപ്പം തന്നെ ആത്മീയ വളർച്ച കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുറേ ആൾക്കാർ പറഞ്ഞു മക്കളുടെ ഫോൺ അഡിക്റ്റ് കർത്താവേ, അങ്ങനെയുള്ള അവരുടെ മക്കളുടെ ആ ഫോൺ അധികം യൂസ് ചെയ്യുന്ന അതെല്ലാം മാറി അവർ പ്രാർത്ഥനയിലും ഒപ്പം പഠനത്തിലേക്കും അവർ ശ്രദ്ധിക്കുന്നതിനോട് നന്ദി പറയുന്നു കർത്താവേ. നിങ്ങളുടെ വികാരിയച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാവരുടെ വികാരിയച്ഛന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം മക്കളെ. നമ്മുടെ ഇടവയാകുന്ന കുടുംബത്തിൻ്റെ നാഥനാണ്. നമ്മൾ ഇടവയാകുന്ന എല്ലാ വീട്ടുകാരുടെയും അപ്പനാണ് നമ്മുടെ വൈദികനായ ഈശോ, ഇടവക വികാരി. അച്ഛനെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അതിലും കൂടുതൽ പ്രാർത്ഥിക്കണം വികാരിയച്ഛന്മാർക്ക്. ഓക്കെ, എല്ലാ മിഷണറിമാർക്കും നമ്മൾ സമർപ്പിക്കാം. ദൈവം സന്തോഷമാവുള്ളൂ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ. ദൈവത്തിൻ്റെ ആലയങ്ങളാണല്ലോ, അത് കാത്തു സൂക്ഷിക്കുന്നവരല്ലേ, ആ സഭയെ വളർത്തുന്നവരല്ലേ, സംരക്ഷിക്കുന്നവരല്ലേ, അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇവർക്ക് അതിനുള്ള സമയം ഉണ്ടാകട്ടെ. കർത്താവായ ഈശോയെ, ഇവരുടെ വ്യാപാരങ്ങളെ അനുഗ്രഹിക്കണമേ, കൃഷിയിടങ്ങളെ അനുഗ്രഹിക്കണമേ, തൊഴിലില്ലാതെ വേദനിക്കുന്ന ഈ മക്കൾക്ക് തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണേ കർത്താവേ. യേശുവേ, കരുണയായിരിക്കണമേ. ബഥേൽ മാതാവിൻ്റെ ധ്യാനം കൂടി പോയി എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരവും അവരുടെ ബിസിനസ്സിൽ, അവരുടെ തൊഴിലുകളിൽ സമൃദ്ധിയായി അനുഗ്രഹം കൊടുക്കണമേ കർത്താവേ. അവരുടെ കൃഷിയിടങ്ങളിൽ അനുഗ്രഹിക്കണമേ. വള്ളവും വലയും കടലും ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ധാരാളം തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ കർത്താവേ. വിവാഹം പ്രായമെത്തിയിട്ട് കല്യാണം നടക്കാതെ വേദനിക്കുന്നവരുണ്ട്. നല്ല വിവാഹമെന്ന് കിട്ടാത്തവരുണ്ട് കർത്താവേ. അവർക്കെല്ലാം നല്ല വിവാഹമെന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം കർത്താവേ. പ്രത്യേകിച്ച് ആരെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി, കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വേണ്ടി, കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി കർത്താവെ ദാഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ, ഈ പ്രാർത്ഥന കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ കർത്താവേ, അവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീതിമാനായ ഔസേപ്പിതാവേ,
ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരേ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ, പ്രാർത്ഥിക്കണമേ, പ്രാർത്ഥിക്കണമേ. ഇവരിത് കേൾക്കുമ്പോൾ തന്നെ ഒരു അഭിഷേകം ഉണ്ടാവട്ടെ, അവരുടെ ബന്ധനങ്ങൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ 13-ാം തീയതി താമസിച്ചുള്ള ധ്യാനത്തിലേക്ക് തെക്കുന്ന് വടക്കുന്ന് പടിഞ്ഞാറുന്ന് കിഴക്കുന്ന് അനേക മക്കൾ വരട്ടെ കർത്താവ്. ബുക്ക് ചെയ്തവരുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി, അവർക്ക് ആവശ്യമായത് എന്തൊക്കെയാണോ അതെല്ലാം നൽകി എല്ലാ തടസ്സങ്ങളും മാറ്റി അവരെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരണമേ. ധ്യാനത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രേക്ഷിതരുണ്ടല്ലോ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ടീമിലുള്ള എല്ലാ മക്കളെയും, പാട്ട് പാടുന്നവർ, കൗൺസിൽ ചെയ്യുന്നവർ, മധ്യസ്ഥ പ്രാർത്ഥന, അടുക്കള മുതൽ അൾത്താര വരെയുള്ള എല്ലാ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ. നിൻ്റെ കുടുംബവും നിന്നെയും അനുഗ്രഹിക്കണമേ. ഈ മകനെ, കേൾക്കുന്ന മകനെ, കേൾക്കുന്ന മകളെയും, മോളെ മോനെ, നീയും അനുഗ്രഹമായി മാറുകയാണ് ഈ നിമിഷം. സ്തുതിച്ചേൻ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ.